അടുത്ത 2019 മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള ബുള്ളറ്റാണ്. ഇതും വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് സിഗ്നലാണ്, ക്ലാസിക് സിഗ്നൽ. ബുള്ളറ്റിലെ ക്ലാസിക്കിൽ ഏറ്റവും മാർക്കറ്റ് കൂടിയ വണ്ടി. അടുത്ത 2016 മോഡൽ ഗ്ലാമർ. ഇതും സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. നിലവിൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ പെയിൻറ്റ് ഡള്ളാണ് അല്ലേ? അത് അത്രയും കാലപ്പഴക്കത്തിൻ്റെ ഒരു പ്രശ്നമാണ്. നമ്മൾ ആ വില ചോദിക്കുന്നുള്ളൂ. 2016 ഗ്ലാമറിന് 25,000 രൂപ ചോദിക്കുന്നുള്ളൂ. അടുത്ത ഡൊമിനാർ 2018 മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി, ABS വരുന്ന വണ്ടിയാണ്. നിലവിൽ ആക്സിഡൻറ്റോ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൻ്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,15,000 രൂപ. പുറത്തുള്ള കടയിലൊക്കെ ഏറ്റവും കുറഞ്ഞത് 1 ലക്ഷം രൂപ, 1,05,000 രൂപ ചോദിക്കാവുന്ന വണ്ടിയാണ്. മാർക്കറ്റുള്ള വണ്ടിയാണ്. നമ്മൾ ചോദിക്കുന്ന വില വെറും 95,000 രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഇതിൻ്റെ സൈലൻസർ നോക്കിയാൽ പുതിയ സൈലൻസർ വെച്ചതാണോ? അല്ലല്ല, ഇത് കമ്പനി സൈലൻസർ. അന്ന് വണ്ടി എടുത്തപ്പോൾ സൈലൻസറാണ്. അല്ല, കാരണം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് തുരുമ്പ് കാര്യങ്ങളൊന്നും ഇല്ല. അത്രയും നീറ്റായിട്ട് വണ്ടി യൂസ് ചെയ്തുകൊണ്ടാണ്. ഈ 2 വണ്ടിയും സ്പ്ലെൻഡറാണ്. ഇത് സ്പ്ലെൻഡർ എക്സ്ട്രെക് എന്ന് പറഞ്ഞ മോഡലും ഇത് സാധാ സ്പ്ലെൻഡർ പ്ലസ് എന്ന് പറഞ്ഞ മോഡലും. ഇത് സാധാ മീറ്റർ, ഇത് ഡിജിറ്റൽ മീറ്ററാണ് വരുന്നത്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നിലമേലാണ്. കൊല്ലം ജില്ലയിൽ നിലമേൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നിരിക്കുന്നത്. സ്ഥാപനത്തിൻ്റെ പേരെന്ന് പറയുന്നത് ലെഗസി മോട്ടോഴ്സ് എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര്. അപ്പോൾ നമ്മൾ സ്ഥിരം എല്ലാ മാസവും ഇവിടുത്തെ വീഡിയോ ചെയ്യുന്നതാണ്. ഞാൻ ചെയ്യുന്ന ഷോപ്പുകളിൽ ബൈക്ക്, അതായത് ബുള്ളറ്റ് ബേസ് ചെയ്ത് ചെയ്യുന്ന ഒരു ഷോറൂമാണ്. അതായത് ഏറ്റവും കൂടുതൽ ബുള്ളറ്റുള്ള ഒരു ഷോറൂമാണ്. അത്യാവശ്യം ഒരു 10, 15, 18 വണ്ടിയോളം ബുള്ളറ്റും പിന്നെ അതിനൊത്ത രീതിയിൽ നിൽക്കാവുന്ന കുറേ ബൈക്കുകളും വന്നിട്ടുണ്ട്. ഏകദേശം 25,000 രൂപയ്ക്ക് ഗ്ലാമർ മുതൽ തുടങ്ങുന്ന എല്ലാത്തരം വണ്ടികളും എടുക്കാൻ താല്പര്യപ്പെടുന്ന പ്രേക്ഷകർക്ക് എടുക്കാനും വണ്ടികളെ പറ്റി കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് കാണാനും പറ്റിയ നല്ലൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികൾ നോക്കുന്നവർക്ക് വേണ്ടിയുള്ള നമ്മളെ പുതിയ വീഡിയോ ആണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. നമസ്കാരം. അപ്പോൾ എങ്ങനെയാണ് ബുള്ളറ്റിൻ്റെ ഒക്കെ വില? ബുള്ളറ്റാണ് നമുക്കിപ്പം 90,000 രൂപ സ്റ്റാർട്ടിംഗ് ആണ്. 90,000 രൂപ 1,60,000 രൂപയുള്ള വണ്ടിയുടെ സ്റ്റോക്കുണ്ട്. ഈ ഞാൻ ഇവിടെ വന്നപ്പോൾ നിങ്ങൾ ഈ ബുള്ളറ്റിൻ്റെ ഒക്കെ വിലകളിങ്ങനെ പറഞ്ഞപ്പോൾ തോന്നിയൊരു ചോദ്യമാണ്, ഈ 160 വരെയൊക്കെ വരാൻ മാത്രമുള്ള വണ്ടികളുണ്ടോ? അതൊക്കെ ആകുമ്പോൾ 2021 മോഡലൊക്കെ ആയിരിക്കും. അത്രയും മോഡൽ കൂടുന്നതനുസരിച്ച് വില കൂടും. പുതിയ മോഡൽ. പിന്നെ പൊതുവെ ഇപ്പോൾ ഈ ബുള്ളറ്റിന് മാർക്കറ്റ് കൂടുതലാണ്. കാരണം മറ്റേ ക്ലാസിക്കിനെ അപേക്ഷിച്ച് ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ ക്ലാസിക്കിനെ അപേക്ഷിച്ച് ഈ വണ്ടിക്ക്, കാർബറേറ്റർ വണ്ടിക്കൊക്കെ മാർക്കറ്റ് കൂടുതലാണ്. അപ്പോൾ ആ വണ്ടി ഇറങ്ങിയതിന് ശേഷമാണ് ഈ വണ്ടിക്ക് ഇപ്പോൾ ഇത്രയും മാർക്കറ്റ് ആയത്. ഈ ബുള്ളറ്റ്സ് ഒക്കെ എങ്ങനെയാണ് ഓണർഷിപ്പൊക്കെ എങ്ങനെയാണ്? ഓണർഷിപ്പ് നമ്മുടെ ഇരിക്കുന്ന എല്ലാ വണ്ടികളും സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടികൾ. ബൈക്കായാലും ഉള്ള വണ്ടികളും സിംഗിൾ ഓണർഷിപ്പിന്. ഒരു വണ്ടി മാത്രമേ ഇച്ചിരി ഓണർഷിപ്പ് കൂടിയുള്ളൂ, അത് 390 ആണ്. ഓക്കെ. അപ്പോൾ ഓണർഷിപ്പിൻ്റെ ഇതിലും കിലോമീറ്ററിൻ്റെ ഇതിലും ഓണർഷിപ്പ് മാറുന്നതനുസരിച്ചും കിലോമീറ്റർ കുറയുന്നതനുസരിച്ചും വണ്ടിക്ക് വില വ്യത്യാസം വരും. ഓക്കെ. അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും നോക്കാം. ഓക്കെ. ഇത് 2020 മോഡൽ സ്റ്റാൻഡേർഡ് ES എന്ന് പറഞ്ഞ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 22,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. KL01 വണ്ടിയാണ്. നിലവിൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു പെൻഡിങ് വർക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നീറ്റ് കണ്ടീഷൻ. മറ്റേ സ്ക്രാച്ച് പോലും ഇല്ല വണ്ടിയിൽ. എത്ര ചോദ്യം? ഇതിൻ്റെ ഫുൾ വില എന്ന് പറഞ്ഞാൽ 1,50,000 രൂപയാണ്. ഡൗൺ പേയ്മെൻറ്റ് നമുക്കൊരു 35 രൂപയൊക്കെ അടച്ച ഈ വണ്ടി ഇറക്കാം. ഓണർഷിപ്പൊക്കെ എത്ര? ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർഷിപ്പ്. നെക്സ്റ്റ് അടുത്ത 2021 മോഡൽ ക്ലാസിക് സിംഗിൾ ഓൺ വണ്ടിയാണ്. 26,000 കിലോമീറ്റർ മൊത്തം ഓടിയിട്ടുണ്ട്. കമ്പനി ടയറാണ്. വേറെ സ്ക്രാച്ചോ കാര്യങ്ങളോ അപാകതകളോ ഒന്നുമില്ല. നീറ്റ് കണ്ടീഷൻ. കിലോമീറ്റർ ഒക്കെ പക്ക. ഞാൻ അന്നത്തെ കഴിഞ്ഞ 1-2 വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നായിരുന്നില്ല കിലോമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കാം, നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം. ഇത് 26,000 കിലോമീറ്റർ വണ്ടി മൊത്തം ഓടിയിട്ടുണ്ട്. നിലവിൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫസ്റ്റ് ടയർ തന്നെ? ഇത് ഫസ്റ്റ് ടയറാണ്. C8-ൻ്റെ ഫസ്റ്റ് ടയർ തന്നെയാണ്. എത്ര ചോദ്യം? ഇത് 1,60,000 രൂപ. നമുക്കൊരു ഫസ്റ്റ് ഒരു 45 രൂപയ്ക്ക് അടച്ച ഈ വണ്ടി സ്വന്തമാക്കാം. അടുത്ത 2020 മോഡൽ സ്റ്റാൻഡേർഡ് ES സെയിം മോഡലാണ്. കിലോമീറ്റർ വന്നിട്ട് 36,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതൊക്കെ സെൽഫ് വരുന്ന വണ്ടിയാണ്. ഈ ES എന്ന് പറയുന്ന എല്ലാം സെൽഫ് വരുന്ന വണ്ടിയാണ്. ഏറ്റവും കൂടുതൽ സ്റ്റാൻഡേർഡിൽ എൻക്വയറി കൂടിയ വണ്ടിയാണ് സ്റ്റാൻഡേർഡ് ES. ഇത് ബ്ലാക്ക് കളറിനാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ്. നമ്മുടെ ഇപ്പോൾ 2 ബ്ലാക്കും 1 ബ്ലൂ ആണ് സ്റ്റോക്ക് ഉള്ളത്. ഇതിൻ്റെ ഫുൾ വില 1,60,000 രൂപ. ഫസ്റ്റ് നമുക്കൊരു 1,50,000 രൂപ. ഫസ്റ്റ് ഒരു 35 രൂപയ്ക്ക് അടച്ച് നമുക്ക് ഈ വണ്ടി സ്വന്തമാക്കാം. എഞ്ചിൻ സൈഡൊക്കെ പക്ക. എഞ്ചിൻ സൈഡൊക്കെ പക്ക. അടുത്ത 2017 മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. കിലോമീറ്റർ 24,000 കിലോമീറ്റർ വണ്ടി മൊത്തം ഓടിയിട്ടുള്ളൂ. ഫ്രണ്ട് ടയർ കമ്പനി ടയറാണ്. ഇതുവരെ ടയറോ കാര്യങ്ങളോ ഒന്നും മാറിയിട്ടില്ല. ഇതിൻ്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപയാണ്. നമുക്കൊരു ഫസ്റ്റ് ഒരു 5,000 രൂപയ്ക്ക് അടച്ചാൽ ഈ വണ്ടി സ്വന്തമാക്കാം. ഇത് ലോൺ എങ്ങനെയാണ് കിട്ടുന്നത്? എത്ര? നമുക്കൊരു 95 രൂപയ്ക്ക് ലോൺ കിട്ടും. അല്ല, എത്ര വർഷത്തേക്കാണ് കിട്ടുന്നത്? വർഷം നമുക്ക് 3 വർഷമുണ്ട്, 4 വർഷമുണ്ട്.
വർഷം കൂടുന്തോറും ഇൻട്രസ്റ്റ് കൂടും, അതെ, അടവ് കുറയും. ആ ഒരു പ്രത്യേകതയാണുള്ളത്. രണ്ടും ഇതും സിംഗിൾ ഓണർ വണ്ടിയാണ്. നിലവിൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫസ്റ്റ് ഒരു 5000 രൂപയൊക്കെ അടച്ചാൽ നമുക്ക് ആ വണ്ടി സ്വന്തമാക്കാം. ഓക്കെ. അടുത്ത 2020 ഇത് ES ആണ്, സ്റ്റാൻഡേർഡ് ES ആണ്, ബ്ലൂ കളറാണ്. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫ്രണ്ട് പുത്തൻ ടയറാണ്, ബാക്ക് ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. 34,000 കിലോമീറ്റർ മൊത്തത്തിൽ ഓടിയിട്ടുണ്ട്. ഇപ്പം ഇത് ഷോറൂമിൽ നിന്ന് സർവീസ് ചെയ്ത് ഇറക്കിയേ ഉള്ളൂ. ടയർ പുതിയതല്ലേ? ടയർ പുതിയതാണ്. 36,000 കിലോമീറ്റർ ടയർ മാറി, രണ്ടാമത് മാറിയതാണ്. ഇതിൻ്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,80,000 രൂപ. നമുക്കൊരു ഫസ്റ്റ് ഒരു 35 രൂപയ്ക്ക് അടച്ചാൽ ആ വണ്ടി സ്വന്തമാക്കാം. റീപ്ലേസ് ആയിട്ടൊന്നുമില്ലല്ലോ? ഇല്ല, ബാക്ക് ടയറും പുത്തൻ ടയറാട്ടോ. ഓണർഷിപ്പ് സിംഗിളാണ്. ഈ വണ്ടി കാണാൻ കൊള്ളാം. പക്ഷെ ഒറ്റയടിക്ക് നമ്മൾ കാണുമ്പോഴേ അടുത്ത് വന്ന് നോക്കുമ്പോഴാണ് ബ്ലൂ ആണെന്ന് മനസ്സിലാവുന്നത്. അടുത്ത് വന്ന് നോക്കുമ്പോഴാണ് നല്ല ബ്ലാക്ക് ആയിട്ട് ഫീൽ ചെയ്യും. നല്ല ബ്ലൂ ആണത്. അടുത്ത 2019 മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള ബുള്ളറ്റാണ്. ഇതും വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് സിഗ്നലാണ്, ക്ലാസിക് സിഗ്നൽ. ബുള്ളറ്റിലെ ക്ലാസിക്കിൽ ഏറ്റവും മാർക്കറ്റ് കൂടിയ വണ്ടി. ഫ്രണ്ടും ബാക്കും ഡിസ്ക് വരും, ABS വരും. 25,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഫ്രണ്ട് ടയറും കമ്പനി ടയറാണ്, ബാക്ക് ടയർ കമ്പനി ടയറാണ്. നിലവിൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ അപാകതകളോ ഒന്നുമില്ല, നീറ്റ് കണ്ടീഷൻ. ഇതിൻ്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,45,000 രൂപ. 2019 മോഡലാണ്. ഇത് നമുക്കൊരു 30 രൂപയൊക്കെ അടച്ചാൽ ഈ വണ്ടി സ്വന്തമാക്കാം. അടുത്ത 2020 മോഡൽ സിംഗിൾ ഓണർ ക്ലാസിക്ക്. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് കിലോമീറ്റർ 41,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ടയറ് അത്യാവശ്യം കൊള്ളാവുന്ന ടയറാണ്. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ബാക്ക് ടയറും ഉണ്ട്. ബാക്ക് ടയർ പുത്തൻ ടയറാണ്. രണ്ട് ടയർ മാറിയിട്ടുമുണ്ട്. ഇതിൻ്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,50,000 രൂപ. ഇത് നമുക്കൊരു 35 രൂപയ്ക്ക് അടച്ചാൽ ഈ വണ്ടി സ്വന്തമാക്കാം. 3 വർഷം ലോണും കിട്ടും. 3 വർഷം ലോണും കിട്ടും. സൈലൻസർ അത് നോക്കണ്ട, നമുക്ക് വേറെ മാറ്റി സൈലൻസർ നല്ല സ്റ്റോക്ക് സൈലൻസർ വെച്ച് കൊടുക്കാൻ പറ്റും. അത്തരത്തിലുള്ള പോരായ്മകളെല്ലാം നമ്മൾ മാറ്റി കൊടുക്കും. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും ഇവിടുന്ന് വണ്ടി എടുക്കുന്നവർക്ക് ഒരു കാര്യം ഗ്യാരണ്ടി തരാം, വണ്ടി ഒരു കംപ്ലൈൻറ്റ് കാണത്തില്ല. എന്തെങ്കിലും അഥവാ എന്തെങ്കിലും കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ചെറിയ ഫാൾട്ട് ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ചാൽ നമ്മളത് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്ത് ക്ലിയർ ആക്കി കൊടുക്കണമായിരിക്കും. ഇത് 2018 മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള ക്ലാസിക്കാണ്. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, നീറ്റ് കണ്ടീഷനാണ്. ഇത് വിലയെന്ന് പറഞ്ഞാൽ 1,25,000 രൂപയാണ്. നമുക്കൊരു ഫസ്റ്റ് ഒരു 15 രൂപയൊക്കെ അടച്ചാൽ ഈ വണ്ടി സ്വന്തമാക്കാം. കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 45,000 കിലോമീറ്റർ വണ്ടി മൊത്തം ഓടിയിട്ടുണ്ട്. ജെന്യൂൻ കിലോമീറ്ററാണ്. വണ്ടി ബോഡി കണ്ടിട്ട് കാണാൻ കൊള്ളാം. വണ്ടി നീറ്റ് കണ്ടീഷനാണ്, ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല വണ്ടിക്ക് അതിൻ്റെതായ വിലയാവും. മോഡൽ മാറുന്നതനുസരിച്ചും കിലോമീറ്റർ കുറയുന്നതനുസരിച്ചും വണ്ടിയുടെ ക്വാളിറ്റി അനുസരിച്ച് വണ്ടിക്ക് വിലയിൽ വ്യത്യാസം വരും. ഇത് എത്ര ചോദിച്ചേ? ഇത് 1,25,000. ലാസ്റ്റ് പ്രൈസ് ആണോ ഈ പറയുന്നതൊക്കെ? നമുക്ക് എന്തെങ്കിലും ചെറിയ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാം, ചെറിയ പരിപാടികൾ നടക്കും. അടുത്ത 2019 മോഡൽ ക്ലാസിക്ക് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. കിലോമീറ്റർ 36,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതും 2 ഡിസ്കും ABSും വരുന്ന വണ്ടിയാണ്. വേറെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല, കറക്റ്റ് സർവീസ് ചെയ്ത് വെച്ചിരിക്കുന്ന വണ്ടിയാണ്. ഇതിൻ്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,45,000 രൂപ. ഇത് നമുക്കൊരു ഫസ്റ്റ് ഒരു 35 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഈ വണ്ടി സ്വന്തമാക്കാൻ പറ്റും. അതും സിംഗിൾ ഓണർ വണ്ടി തന്നെയാണ്. ഇത് ഈ വണ്ടിയുടെ ലുക്കിങ്ങിന് തന്നെയല്ലേ, അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ഈ ഇത്തരത്തിലുള്ള എഴുത്ത് കാര്യങ്ങളൊന്നും പ്രത്യേകം ചെയ്തൊന്നുമല്ല? അല്ലല്ല, ഇത് ഗ്രാഫിക്സ് രണ്ടാമത് ചെയ്തേക്കുന്നതാണ്. അടുത്ത 2020 മോഡൽ ക്ലാസിക്ക് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഇതിൻ്റെ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 30,000 കിലോമീറ്റർ മൊത്തം ഓടിയിട്ടുണ്ട്. ഫ്രണ്ട് ടയർ പുതിയതാണ്, ഇന്നലെ എടുത്തിട്ടേ ഉള്ളൂ. നിലവിൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, സ്ക്രാച്ചോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. ബാക്ക് ടയർ ഓടാനുണ്ട്, കറക്റ്റ് കിലോമീറ്ററാണ്, കറക്റ്റ് സർവീസാണ്. ഇതിൻ്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,80,000 രൂപ. നമുക്കൊരു 30 രൂപയ്ക്ക് അടച്ചാൽ 35 രൂപയ്ക്ക് അടച്ചാൽ ഈ വണ്ടി സ്വന്തമാക്കാം. 2020 ബ്ലാക്കാണ്, ഫുള്ള് ബ്ലാക്ക്. ഒരുപാട് എൻക്വയറി ഉള്ള വണ്ടിയാണ് ഈ വണ്ടി, ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. എൻജിൻ സൈഡൊക്കെ പക്ക, ഗ്യാരണ്ടി. അടുത്ത 2016 മോഡൽ സ്റ്റാൻഡേർഡ്. ഇത് ക്രാങ്ക് വെയിറ്റ് കൂട്ടി ഡീകംപ്രഷനൊക്കെ ചെയ്ത വണ്ടിയാണ്. കൈ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാവുന്ന വണ്ടിയാണ്. ഇതേപോലെ നമ്മളിൽ 1-2 ഉണ്ടായിരുന്നു. നമ്മളെ ഇടയ്ക്ക് ഇങ്ങനത്തെ വണ്ടി വരും. ക്രാങ്ക് വെയിറ്റ് കൂട്ടി തമിഴ്നാട്ടിൽ കൊടുത്ത് 35,000 രൂപയ്ക്ക് മധുരയിൽ കൊടുത്ത് പണിഞ്ഞ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. മൊത്തത്തിൽ ഒരു 40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. രണ്ട് ടയറായാലും ടയറും കാര്യങ്ങളെല്ലാം ഉണ്ട്. വേറെ അപാകതകളോ കാര്യങ്ങളോ ഒന്നുമില്ല. എൻജിൻ സൈഡിലൊക്കെ ഗ്യാരണ്ടി 100% ഗ്യാരണ്ടിയാണ്. 1,00,000 കിലോമീറ്ററിന് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല.
1 ലക്ഷം കിലോമീറ്റർ 1 ലക്ഷം കിലോമീറ്റർ ഇനി ഇപ്പോൾ ഓടി തുടങ്ങുന്നത് മുതൽ 1 ലക്ഷം കിലോമീറ്റർ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. കറക്റ്റ് സമയത്തിന് ഓയിലും സർവീസും മാത്രം ചെയ്താൽ മതി. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് കണ്ടീഷനാണ്. ക്രാങ്ക് വെയിറ്റ് കൂട്ടിയ വണ്ടിയാണ്. എടുത്ത് പറയേണ്ടതാണ്. കൈ കൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എത്ര ചോദ്യം? ഇതിൻ്റെ ചോദ്യം 90,000 രൂപ. 90 രൂപ. നമുക്ക് ഏകദേശം ഒരു 25 രൂപയൊക്കെ ഇത് ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടി വരും. കാരണം അത് വേറെ ഒന്നുമല്ല, 2016 ആകുമ്പോഴത്തേക്ക് ഫിനാൻസ് എമൗണ്ട് കുറവാണ്. നമുക്കൊരു 60% ലോൺ കിട്ടത്തുള്ളൂ. അടുത്ത 2016 മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള ക്ലാസിക്കാണ്. നിലവിൽ വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 42,000 കിലോമീറ്റർ മൊത്തത്തിൽ ഓടിയിട്ടുണ്ട്. വേറെ അപാകതകളോ കാര്യങ്ങളായിട്ട് ഒന്നുമില്ല. ഈ കിലോമീറ്റർ ജെന്യൂനാണ്. കാരണം ഒരുവിധം എല്ലാ വണ്ടിയും 32, 42 അങ്ങനെയാണ് നീ പറയണേ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, ഓടിയ കിലോമീറ്റർ ഉണ്ടല്ലോ 40. ഇതുകൊണ്ട് ആ വണ്ടി 44,000 കിലോമീറ്ററാണ്. 2020 വണ്ടി. ഇത് 44,000 കിലോമീറ്റർ മൊത്തം ഓടിയിട്ടുണ്ട്. അല്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചത് എല്ലാ നമ്മൾ അങ്ങനത്തെ ഈ കിലോമീറ്ററിൽ തിരിമറിയ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. ചെയ്യുന്നവരുണ്ട്, പക്ഷെ നമ്മൾ ചെയ്യത്തില്ല. നമ്മൾ ഉള്ള കണക്ക് പറഞ്ഞു വെക്കും. ആ വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി, അത് നമുക്ക് അങ്ങനെയാണെങ്കിൽ ഉടായ്പ കാണിച്ച് വെച്ചുകൂടെ. നമ്മൾ ചെയ്തിട്ടില്ല. അത് എത്ര ചോദിക്കുന്നത്? ഇത് 90,000 രൂപ. 90 രൂപ. ഇത് നമുക്ക് ഒരു 25 രൂപയൊക്കെ ഫസ്റ്റ് അടയ്ക്കേണ്ടി വരും. എൻജിൻ സൈഡൊക്കെ പക്കയാണ്. പക്ക 100% ഗ്യാരണ്ടി. ഓക്കെ, നെക്സ്റ്റ്. ഇത് 2017 മോഡൽ ക്ലാസിക്കാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. 2 ടയറ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിൻ്റെ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ആണെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. 100% ജെനുവിൻ കിലോമീറ്ററാണ്. സർവീസ് കാര്യങ്ങളെല്ലാം പക്ക ഷോറൂമിൽ തന്നെ ചെയ്ത വണ്ടിയാണ്. NRI വണ്ടിയാണ്. എത്ര ചോദ്യം? പുത്തൻ കാർബറേറ്റർ കാര്യങ്ങളെല്ലാം ഇത് ഒതുക്കി വെച്ചിരുന്ന വണ്ടിയാണ്. അതുകൊണ്ട് അത്രയും കിലോമീറ്റർ കുറഞ്ഞു ഓടിയത്. ഇതിൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ 1,10,000 രൂപ. കുറയോ? ഇത് കുറയാൻ സാധ്യത കുറവാണ്. ആ കിലോമീറ്റർ കുറവായതുകൊണ്ടാണ് ആ വില. അത്രേ ഓടിയിട്ടുള്ളൂ അല്ലേ? 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതിൻ്റെ ഡൗൺ പേയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു 15 രൂപയൊക്കെ അടച്ചാൽ നമുക്ക് ഈ വണ്ടി സ്വന്തമാക്കാം. 1,10,000. 2017 വണ്ടി. ഓക്കെ, അടുത്ത 2017 വണ്ടി സിംഗിൾ ഓണർ വണ്ടിയാണ്. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നീറ്റ് കണ്ടീഷനാണ്. കിലോമീറ്റർ 34,000 കിലോമീറ്റർ വണ്ടി മൊത്തം ഓടിയിട്ടുണ്ട്. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നീറ്റ് കണ്ടീഷനാണ്. അതിൻ്റെ വില 1,05,000 രൂപ. ഫസ്റ്റ് ഒരു 10,000 രൂപയൊക്കെ അടച്ചാൽ നമുക്ക് ഈ വണ്ടി സ്വന്തമാക്കാം. വേറെ റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. സൗണ്ടുള്ള സൈലൻസർ കാര്യങ്ങളെല്ലാം അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഇത് 2018 മോഡൽ ഡൂക്ക് 390 ആണ്. ഇത് ഓണർഷിപ്പ് 5ാമത്തെ ഓണർഷിപ്പാണ്. കംപ്ലൈൻറ്റ് കാര്യങ്ങളെന്ന് വെച്ചാൽ അതിൻ്റെ ഡിസ്പ്ലേക്ക് ചെറിയൊരു മങ്ങലുണ്ട്. അതാണ് അതിൻ്റെ കംപ്ലൈൻറ്റ്. ഇതാണ് അതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഷീറ്റ് പോയതാണ്. അത് നമുക്ക് മാറിയെടുക്കാൻ പറ്റും. കിലോമീറ്റർ 49,192 കിലോമീറ്റർ മൊത്തം ഓടിയിട്ടുണ്ട്. 2 ടയറ് കാര്യങ്ങളെല്ലാം പുത്തൻ ടയറാണ്. വേറെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. നിലവിൽ വണ്ടി കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ആ മീറ്ററിൻ്റെ ഒരു കംപ്ലൈൻറ്റ് മാത്രമേ ഉള്ളൂ. അത് മാറി കൊടുക്കുമോ? അത് നമുക്ക് റെഡിയാക്കി കൊടുക്കാം. എൻജിൻ സൈഡൊക്കെ പക്ക 100% ഗ്യാരണ്ടിയാണ്. ഇതിൻ്റെ പ്രൈസാണ് ഹൈലൈറ്റ്. 2018 മോഡൽ ഡൂക്ക് 390 നമ്മൾ ചോദിക്കുന്ന വില വെറും 1,50,000 രൂപ. ഇത് ഇറങ്ങിയപ്പോൾ കേരളത്തിൽ ആരും ഈ വിലയ്ക്ക് ഡൂക്ക് 390 കൊടുത്ത് കാണത്തില്ല. ഇറങ്ങിയപ്പോൾ എന്താണ് വില? ഇറങ്ങിയപ്പോൾ 3 ലക്ഷം രൂപ മേളിൽ വിലയുള്ള വണ്ടിയാണ്. അത്രയുണ്ട്. ഉറപ്പാണ് ഈ പ്രൈസിന് ആരും കൊടുക്കത്തില്ല? ഈ പ്രൈസിന് 2018 ഡൂക്ക് 390 1.5 ലക്ഷം രൂപയ്ക്ക് ഒരു മനുഷ്യനും കേരളത്തിൽ ഒരു ഡീലറും കൊടുത്ത് കാണത്തില്ല. അത് ഗ്യാരണ്ടി. 2021 മോഡൽ യമഹ R15 വെർഷൻ 3 സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. 33,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2 പുത്തൻ ടയറാണ്. സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. എൻജിൻ സൈഡൊക്കെ ഗ്യാരണ്ടിയാണ്. ഇതിൻ്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,35,000 രൂപ. നമുക്കൊരു 22 രൂപ 23 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഈ വണ്ടി സ്വന്തമാക്കാവുന്നതാണ്. ഇത് മൈലേജ് എന്താണ്? ഇത് 55 മേളിൽ മൈലേജ് കൺഫേം ആണ്. 55 ഉണ്ട്. ഈ ഡൂക്കിനോ? ഈ ഡൂക്കിനെ 30 ഒക്കെ കിട്ടുന്നു. 30, 28 പവർ എന്ന് വെച്ചാൽ അന്തം വിട്ട പവർ പറക്കും. അടുത്ത ഡൊമിനാർ 2018 മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി. ABS വരുന്ന വണ്ടിയാണ്. നിലവിൽ ആക്സിഡൻറ്റോ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൻ്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,15,000 രൂപ. ഡൗൺ പേയ്മെൻറ്റ് നമുക്ക് ഒരു 25 രൂപ 27 രൂപയൊക്കെ അടച്ചാൽ ഈ വണ്ടി സ്വന്തമാക്കാവുന്നതാണ്. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് 43,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. അടുത്തത് 2022 യമഹ MG
സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി, 30,000 കിലോമീറ്റർ. ടയറ് കാര്യങ്ങളെല്ലാം ഫ്രണ്ട് ടയർ പുത്തനാണ്, ബാക്ക് ടയറും പുതിയ ടയറാണ്. നിലവിലെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. കറക്റ്റ് ഷോറൂം സർവീസുള്ള വണ്ടിയാണ്. ഇതിൻ്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,45,000 രൂപ. നമുക്കൊരു ഫസ്റ്റ് ഒരു 35,000 രൂപയ്ക്ക് അടുത്തിൽ 2022 MT സ്വന്തമാക്കാം. എത്ര ഓടിയത്? 30,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ്. അടുത്ത 2021 MT സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. അത് ഈ വണ്ടി 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫ്രണ്ട് ടയർ ഇപ്പം മാറിയതേ ഉള്ളൂ. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ അപാകതകളോ ഒന്നുമില്ല. 17 ഓടുമ്പോഴേ മാറൂടെ? ഈ സ്പോർട്സ് ബൈക്കുകളൊക്കെ 13 മുതൽ മാറി തുടങ്ങും. 13-14 മുതൽ സ്പോർട്സ് ബൈക്കുകളൊക്കെ മാറി തുടങ്ങും. ഇത് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഇതിൻ്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,35,000 രൂപയാണ്. ഡൗൺ പേയ്മെൻറ്റ് നമുക്കൊരു 25 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഈ വണ്ടി സ്വന്തമാക്കാം. മൈലേജ് ഒരു 30-35 ആണ്. ഇതോ ഇത് 55 മുകളിൽ കൺഫേം. ഏറ്റവും കൂടുതൽ യമഹയിൽ മൈലേജുള്ള വണ്ടിയാണ് ഇത്. യമഹ MD, യമഹ V3 മൈലേജ് സെഗ്മെന്റ്. സ്പോർട്സ് ബൈക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ മൈലേജ് കുറച്ചു പോയില്ല. യമഹയുടെ വണ്ടിക്ക് മൈലേജ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ രണ്ട് വണ്ടിക്ക് ഇത്ര മാർക്കറ്റ്. അടുത്ത 2022 യമഹ R15 വെർഷൻ 4 M എഡീഷനാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഇതിൻ്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,40,000 രൂപ, 1,55,000 രൂപ, 1,60,000 രൂപ മാർക്കറ്റുള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ബാക്ക് ടയർ ഒരു 70% ഉണ്ട്. ഫ്രണ്ട് ടയർ കാര്യങ്ങളും ഇത് ഫ്രണ്ട് പുത്തൻ ടയറാണ്. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൻ്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കുന്ന വില 1,40,000 രൂപയാണ്. നമുക്കൊരു 30 രൂപയൊക്കെ അടച്ചാൽ 25 രൂപയൊക്കെ അടച്ചാൽ നമുക്ക് വണ്ടി സ്വന്തമാക്കാം. എക്സ്പെൻസ് 2021 മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. 17,000 കിലോമീറ്റർ വണ്ടി മൊത്തം ഓടിയിട്ടുണ്ട്. ABS വരുന്ന വണ്ടിയാണ്. ഫ്രണ്ടും ബാക്കും പുത്തൻ ടയറാണ്. നിലവിലെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. 17,000 കിലോമീറ്ററാണ് മൊത്തം ഓടിയിട്ടുള്ളത്. ഇതിൻ്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ 95,000 രൂപയാണ്. നമുക്ക് ഏകദേശം ഒരു 12,000 രൂപ 13,000 രൂപ അടച്ചാൽ 2021 മോഡൽ എക്സ്പെൻസ് കൊണ്ടുപോകാൻ പറ്റും. ഇതിൻ്റെ സൈലൻസറൊക്കെ പക്ഷേ നല്ല വൃത്തി. ഇതിൻ്റെ സൈലൻസറൊക്കെ പാവൊക്കെ നല്ല വൃത്തിയുണ്ട്. വണ്ടി സ്ക്രാച്ചോ കാര്യങ്ങളോ സിംഗിൾ വണ്ടി ലോ കിലോമീറ്ററാണ്. ഈ വണ്ടി 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പുത്തൻ ടയറാണ്. ഫ്രണ്ട് പുത്തൻ ടയർ ഇപ്പോൾ എടുത്തിട്ടേ ഉള്ളൂ. 2017 മോഡൽ സിംഗിൾ ഓണർഷിപ്പുള്ള NS 200 ആണ്. 47,000 കിലോമീറ്റർ വണ്ടി മൊത്തം ഓടിയിട്ടുണ്ട്. നിലവിൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നീറ്റ് കണ്ടീഷനാണ്. ഇതിൻ്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ 70,000 രൂപയാണ്. നമുക്കൊരു 7,000 നമുക്ക് ഫസ്റ്റ് അടയ്ക്കുവാണെങ്കിൽ ഈ വണ്ടി സ്വന്തമാക്കാം. 7,000 രൂപയ്ക്ക് NS സ്വന്തമാക്കാം. വെറും 7,000 എഞ്ചിൻ സൈഡൊക്കെ പക്ക ഗ്യാരണ്ടി, 100% ഗ്യാരണ്ടി. 2020 മോഡൽ NS 200 ABS വരുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. 30,000 കിലോമീറ്റർ വണ്ടി മൊത്തം ഓടിയിട്ടുള്ളൂ. വേറെ സ്ക്രാച്ചോ കാര്യങ്ങളോ അപാകതകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൻ്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കുന്നത് 90,000 രൂപ ചോദിക്കുന്നുള്ളൂ. നമുക്കൊരു ഫസ്റ്റ് ഒരു 10,000 രൂപയ്ക്ക് അടച്ചാൽ 2020 മോഡൽ ABS NS സ്വന്തമാക്കാം. വെറും 10,000 രൂപ. നീ ചോദിക്കുന്ന വിലകൾ 2025 വിലകളാണെന്നുള്ളൊരു ബോധ്യം വേണം. വില ഒരുവിധം മാറ്റാണോ ചോദിക്കുന്നത്? ഈ പുറത്തുള്ള കടയിലൊക്കെ ഏറ്റവും കുറഞ്ഞത് 1,00,000 രൂപ 1,05,000 രൂപ ചോദിക്കാവുന്ന വണ്ടിയാണ്. മാർക്കറ്റുള്ള വണ്ടിയാണ്. നമ്മൾ ചോദിക്കുന്ന വില വെറും 95,000 രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ. 10,000 രൂപ താത്താണ് ചോദിക്കുന്നത്. ഓക്കെ. രണ്ട് ടയർ കാര്യങ്ങളെല്ലാം പുത്തനാണ്. വേറെ സ്ക്രാച്ചുകളോ കാര്യങ്ങളോ അപാകതകളോ ഒന്നുമില്ല. അടുത്ത 2021 മോഡൽ ഡൂക്ക് 200 സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. 30,000 കിലോമീറ്റർ വണ്ടി മൊത്തത്തിൽ ഓടിയിട്ടുള്ളൂ. ഈ വണ്ടിയും ഏകദേശം 1,55,000 രൂപയൊക്കെ മാർക്കറ്റുള്ള വണ്ടിയാണ്. വേറെ സ്ക്രാച്ചുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ചോദിക്കുന്ന വില വെറും 1,40,000 രൂപ. നമുക്കൊരു ഫസ്റ്റ് ഒരു 30 രൂപയൊക്കെ അടച്ചാൽ ഈ വണ്ടി സ്വന്തമാക്കാം. 30 രൂപയ്ക്ക് 2021 മോഡൽ ഡൂക്ക് 200 സ്വന്തമാക്കാം. അടുത്ത 2020 മോഡൽ പൾസർ 150 ഡുവൽ ഡിസ്ക് വരുന്ന വണ്ടിയാണ്. 2 ABS വരുന്നതാണ്. 30,000 കിലോമീറ്റർ വണ്ടി മൊത്തം ഓടിയിട്ടുണ്ട്. നിലവിലെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ചെറിയ ഇതുണ്ട്. ഇതിനൊക്കെ 1-2 സ്ക്രാച്ച്, ചെറിയ സ്ക്രാച്ച്, മൈന്യൂട്ടുള്ള സ്ക്രാച്ചോ കാര്യങ്ങളേ ഉള്ളൂ. ഇതിൻ്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ 75,000 രൂപയാണ്. നമുക്കൊരു 10,000 രൂപയൊക്കെ അടച്ചാൽ ഈ വണ്ടി സ്വന്തമാക്കാം. ബാക്ക് ടയർ പുത്തനാണ്. അതേ കണക്ക് തന്നെ ഫ്രണ്ട് ടയറും പുതിയ ടയറാണ്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർഷിപ്പാണ്. അടുത്ത 2023 മോഡൽ യമഹ FC വെർഷൻ 3 സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. 13,000 കിലോമീറ്റർ വണ്ടി മൊത്തം ഓടിയിട്ടുള്ളൂ. ഇതിൻ്റെ ക്രാഷ് കാർഡ് ഓർഡർ ചെയ്തിട്ടേക്കുന്നുള്ളൂ. അതും വരണം. പിന്നെ ബേക്കിലെ ഗ്രാബ് ഹാൻഡിൽ അതും കൂടെ വരണം. അത് ഷോറൂമിൽ ഓർഡർ ചെയ്തതിന് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് വെക്കാത്തത്. 2023 മോഡൽ
സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടി. മാർക്കറ്റിൽ നിലവിൽ ഇപ്പോഴത്തെ മാർക്കറ്റിൽ 1,15,000 രൂപയൊക്കെ മാർക്കറ്റുള്ള വണ്ടിയാണ്. നമ്മൾ വെറും 95,000 മാത്രമേ ചോദിക്കുന്നുള്ളൂ. വെറും 95,000. ഈ രണ്ട് സാധനം നീ മാറണമെന്ന് പറഞ്ഞില്ലേ, അത് ആക്സിഡന്റ് ആയിട്ട് വല്ലതും മാറിയതാണോ? കേട്ടില്ല. അല്ലല്ല, അത് ഊരി വെച്ചിട്ട് ഓടിച്ചതാണ്. പുള്ളിയുടെ നഷ്ടപ്പെട്ടു പോയി. ഇല്ല, ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് കുത്തണ്ട ആ കമ്പനിയിൽ നിന്ന് ഇറങ്ങിയത് ടയർ 13,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 13,000 കിലോമീറ്റർ. ഇത് നമുക്കൊരു 5,000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ യമഹ 2023 മോഡൽ യമഹ FC വെർഷൻ 3 സ്വന്തമാക്കാൻ പറ്റും. അടുത്ത ഈ രണ്ട് വണ്ടിയും സ്പ്ലെൻഡറാണ്. ഇത് സ്പ്ലെൻഡർ എക്സ്ട്രെക് എന്ന് പറഞ്ഞ മോഡലും ഇത് സാധാ സ്പ്ലെൻഡർ പ്ലസ് എന്ന് പറഞ്ഞ മോഡലും. ഇത് സാധാ മീറ്റർ, ഇത് ഡിജിറ്റൽ മീറ്ററാണ് വരുന്നത്. രണ്ടും സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. രണ്ട് വണ്ടിക്കും നമ്മൾ ചോദിക്കുന്ന വില 75,000 രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഇത് ഡിജിറ്റൽ മീറ്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ വില ചോദിക്കുന്നില്ല. രണ്ട് വണ്ടിക്കും 75,000 രൂപയാണ് ചോദിക്കുന്നത്. രണ്ടും സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ടയറ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ആക്സിഡൻറ്റോ കാര്യങ്ങളോ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്കൊരു ഫസ്റ്റ് ഒരു 20,000 രൂപ അടച്ചാൽ നമുക്ക് ഈ വണ്ടി സ്വന്തമാക്കാവുന്നതാണ്. ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ടയേഴ്സ്. ടയർ കാര്യങ്ങളെല്ലാം നല്ല ടയറാണ്. എഞ്ചിൻ സൈഡൊക്കെ പക്കയില്ലേ? പക്ക 100% ഗ്യാരണ്ടിയാണ്. 2019 മോഡൽ ഡിസ്കവറാണ്. ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്, സിംഗിൾ ഓണർ അല്ല. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 35,000 രൂപയാണ്. നമുക്കൊരു 10 രൂപ അടച്ചാൽ നമുക്ക് ഈ വണ്ടിയും സ്വന്തമാക്കാവുന്നതാണ്. നിലവിലെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, നീറ്റ് കണ്ടീഷനാണ്. ഇതിൻ്റെ സീറ്റ് കവറിലൊക്കെ ചെറിയ അതിലെ പൂച്ചയൊക്കെ കയറി ഇരുന്നിട്ട് അള്ളുമല്ലോ, അതിൻ്റെ ഒരു ഇതാണ്. ആ ഒരു ഇതേ ഉള്ളൂ, അല്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു കംപ്ലൈൻറ്റും ഇല്ല. എത്ര ചോദ്യം? അത് നമുക്കൊരു 35 രൂപ നമുക്ക് ഉണ്ടെങ്കിൽ വണ്ടി വില 35,000. ഫസ്റ്റ് ഒരു 5 രൂപ അടച്ചാൽ നമുക്ക് ആ വണ്ടി സ്വന്തമാക്കാൻ പറ്റും. ഓക്കെ. അടുത്ത 2023 മോഡൽ അപ്പാച്ചി RTR 200 4V ആണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. വണ്ടി സർവീസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇന്നെടുത്തുകൊണ്ട് വന്നേ ഉള്ളൂ. നിലവിൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, നീറ്റ് കണ്ടീഷനാണ്. ചെറിയ സ്ക്രാച്ച് ഉണ്ട്, സൈലൻസറിൻ്റെ ഇവിടേക്ക് ചെറിയ സ്ക്രാച്ച് ഉണ്ട്, അത് നമ്മൾ വൃത്തിയാക്കി കൊടുക്കും. ഏകദേശം മാർക്കറ്റിൽ 1,30,000 രൂപ 35,000 രൂപ മാർക്കറ്റുള്ള വണ്ടിയാണ്. നമ്മൾ വെറും 1 ലക്ഷം രൂപ ചോദിക്കുന്നുള്ളൂ. 1 ലക്ഷം രൂപ. 2023 മോഡൽ അപ്പാച്ചി RTR 200 4V. എഞ്ചിൻ സൈഡൊക്കെ പക്കയില്ലേ? എഞ്ചിൻ സൈഡൊക്കെ ഗ്യാരണ്ടി. 15,000 കിലോമീറ്റർ വണ്ടി ഓടിച്ചുള്ളൂ. ജെനുവൻ കിലോമീറ്റർ. ഫ്രണ്ട് കമ്പനി ടയറാണ്. ഈ ഫ്രണ്ട് മൺഗാർഡിൻ്റെ ഇവിടെയും ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്, അത്രേ ഉള്ളൂ. 2020 മോഡൽ സ്റ്റാൻഡേർഡാണ്. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. രണ്ട് ടയറും കാര്യങ്ങളും എല്ലാം പുതിയതാണ്. വേറെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് കണ്ടീഷൻ വണ്ടിയാണ്. കിലോമീറ്റർ 30,000 കിലോമീറ്റർ മൊത്തത്തിൽ ഓടിയിട്ടുണ്ട്. ഇതിൻ്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,40,000 രൂപയാണ്. നമുക്കൊരു 25 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി സ്വന്തമാക്കാം. 25 രൂപ 27 രൂപ അടച്ചാൽ നമുക്ക് ഈ വണ്ടി സ്വന്തമാക്കാൻ പറ്റും. നല്ല വൃത്തിയുണ്ട് കേട്ടോ, നല്ല നീറ്റ് കണ്ടീഷനാണ്. 30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനുവൻ കിലോമീറ്റർ ആണ്. ഇതിന്റെ സൈലൻസർ നോക്കിയാൽ പുതിയ സൈലൻസർ വെച്ചതാണോ? അല്ലല്ല, ഇത് കമ്പനി സൈലൻസർ. അന്ന് വണ്ടി എടുത്തപ്പോൾ ഉള്ള സൈലൻസറാണ്. അല്ല, കാരണം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് തുരുമ്പ് കാര്യങ്ങളൊന്നും ഇല്ല. അത്രയും നീറ്റായിട്ട് വണ്ടി യൂസ് ചെയ്തുകൊണ്ടാണ്. അതാണ് നല്ല വൃത്തിക്ക് തന്നെ ഇരിപ്പുണ്ട്. ആ കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നത്. അടുത്ത 2017 മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള ക്ലാസിക്കാണ്. ഇതിൻ്റെ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 49,000 കിലോമീറ്റർ മൊത്തം ഓടിയിട്ടുണ്ട്. കിലോമീറ്ററിൻ്റെ കേസ് നേരത്തെ ചോദിച്ചല്ലോ, നോക്കിയ കിലോമീറ്റർ എത്രയാണ്? 49,000 വണ്ടി മൊത്തം ഓടിയിട്ടുണ്ട്. നിലവിൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ടയറ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിൻ്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,05,000 രൂപയാണ്. നമുക്കൊരു ഫസ്റ്റ് ഒരു 10 രൂപ അടച്ചാൽ ഈ വണ്ടി സ്വന്തമാക്കാം. കൊള്ളാം. ടയറും കാര്യങ്ങളൊക്കെ നല്ല ടയറാണ്. കാര്യങ്ങളൊക്കെ എല്ലാം നല്ല. വണ്ടി ഓവറോൾ സ്ക്രാച്ചോ കാര്യങ്ങൾ നീറ്റ് കണ്ടീഷനാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. റീപ്ലേസ് ആയിട്ട് ഒന്നുമില്ല. ഓക്കെ. അടുത്ത ഈ വണ്ടി 2018 മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി. 32,000 കിലോമീറ്റർ വണ്ടി മൊത്തം ഓടിയിട്ടുണ്ട്. നിലവിൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് ഫ്രണ്ടും ബാക്കും ഡിസ്ക് വരുന്ന വണ്ടിയാണ്. രണ്ടും ഫ്രണ്ടായാലും ബാക്കായാലും ഡിസ്ക് വരുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. നിലവിൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. സിംഗിൾ സീറ്റ് ആണല്ലേ. ഇതിൻ്റെ ഫ്രണ്ട് ടയർ കുറവുണ്ട്. ഇതിൻ്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,25,000 രൂപയാണ്. നമുക്കൊരു ഫസ്റ്റ് ഒരു 15 രൂപ അടച്ചാൽ നമുക്ക് ഈ വണ്ടി സ്വന്തമാക്കാം. 2018 മോഡൽ ഡുവൽ ഡിസ്ക് വണ്ടിയാണ്. അടുത്ത 2016 മോഡൽ CBR 250 ABS വരുന്ന വണ്ടിയാണ്. നിലവിലെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൻ്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,25,000 രൂപയാണ്. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് 26,000 കിലോമീറ്റർ. ജെനുവൻ കിലോമീറ്റർ ആണ്. ABS വണ്ടിയാണ്. CBRൽ ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള വണ്ടിയാണ് ABS വണ്ടി.
ഒരുപാട് പേരെ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വണ്ടിയാണ്. എത്ര ചോദിച്ചേ? ഇത് 1,25,000 രൂപ. അടുത്ത 2021 മോഡൽ പ്ലാറ്റിന സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. നിലവിൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൻ്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ 45,000 രൂപയാണ്. നമുക്കൊരു ഫസ്റ്റ് ഒരു 5,000 രൂപയ്ക്ക് അടച്ചാൽ ഈ വണ്ടി സ്വന്തമാക്കാം. കിലോമീറ്റർ കുറവാണ്, 11,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. പ്ലാറ്റിനൊക്കെ അത്രയും കുറച്ച് ഓടിയെന്ന് പറഞ്ഞാൽ ആരെയും വിശ്വസിക്കൂടെ? ഇത് വണ്ടി ഒതുക്കി വെച്ച വണ്ടിയാണ്. എന്തുകൂടെ എന്ത് ചോദിച്ചാലും നീ ഇങ്ങനെ ഒയ്യോ ഒറ്റ ഡയലോഗ് പഠിച്ചു വെച്ചാൽ മതി. നമുക്കിപ്പോൾ ഉള്ളതല്ലേ പറയാൻ പറ്റത്തുള്ളൂ. പറയുന്നവർക്ക് പലതും പറയാം. നമ്മളുള്ള കാര്യമുള്ളതാണ് പറഞ്ഞു കൊടുക്കും. ഫസ്റ്റ് ടയറും കാര്യങ്ങളൊക്കെ തന്നെ. ഫസ്റ്റ് ടയറും കാര്യങ്ങളൊക്കെ ആണ്. അടുത്ത 2016 മോഡൽ ഗ്ലാമർ. ഇതും സിംഗിൾ ഓൺഷിപ്പിലുള്ള വണ്ടിയാണ്. നിലവിൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ പെയിൻറ്റ് ഡള്ളാണ് അല്ലേ? അത് അത്രയും കാലപ്പഴക്കത്തിൻ്റെ ഒരു പ്രശ്നമാണ്. നമ്മൾ ആ വില ചോദിക്കുന്നുള്ളൂ. 2016 ഗ്ലാമറിന് 25,000 രൂപ ചോദിക്കുന്നുള്ളൂ. ഈ 35 രൂപയൊക്കെ മാർക്കറ്റുള്ള വണ്ടിയാണ്. 25 ലാസ്റ്റ് വിലയാണ്. സെൽഫ് കാര്യങ്ങളെല്ലാം എടുക്കും. നിലവിൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. 35 രൂപ മാർക്കറ്റുള്ള വണ്ടി നമ്മൾ 25,000 രൂപ കൊടുക്കുന്നില്ല. എഞ്ചിൻ സൈഡൊക്കെ പക്കയാണ്. എഞ്ചിൻ സൈഡൊക്കെ ഗ്യാരണ്ടി. ഈ ഗ്യാരണ്ടി എന്ന് പറയുന്നുണ്ടല്ലോ, ഏകദേശം ഇവിടുന്ന് എടുക്കുന്ന വണ്ടിക്ക് എത്ര മാസം അല്ലെങ്കിൽ എത്ര വർഷകാലം? ഓൾമോസ്റ്റ് നമ്മളിവിടെ ഉള്ള വണ്ടികളെല്ലാം മിക്കുള്ളതും കംപ്ലൈൻറ്റ് തീർത്താണ് വെക്കുന്നത്. അഥവാ നിങ്ങൾ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ തിരിച്ച് നമ്മളെ കോൺടാക്ട് ചെയ്താൽ നമ്മൾ അത് റെഡിയാക്കി തരാനുള്ള സംവിധാനം ചെയ്തു തരും. അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവന്നാൽ നമ്മൾ റെഡിയാക്കി കൊടുക്കും. ഈ വാറണ്ടി നീ പറഞ്ഞല്ലോ, ഇവിടുന്ന് ഇറങ്ങി വാറണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടി മാറി കൊടുക്കാൻ പറ്റത്തില്ല. നിലവിൽ കംപ്ലൈൻ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു മാസത്തിനുള്ള കംപ്ലൈൻ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ 1 മന്ത് വാറണ്ടി നമ്മൾ വണ്ടി റെഡിയാക്കി കൊടുക്കും. അതായത് ഒന്നുകൂടെ എടുത്ത് ഇത് പലരുണ്ട്. ചില പയ്യന്മാരെ കൊണ്ട് വണ്ടി കൊണ്ടുപോയതിനു ശേഷം വണ്ടി തുറന്ന് നശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല, നമുക്കറിയാലോ ഒരു വണ്ടി അങ്ങനെ നമ്മൾ കൊടുത്തേക്കുന്നത്. അത് നമ്മൾ നോക്കിയിട്ട് അത് വണ്ടിക്ക് വന്ന കംപ്ലൈൻ്റ് ആണെങ്കിൽ അത് നമ്മൾ നമ്മുടെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അടുത്ത 2018 മോഡൽ ഡുവൽ ഡിസ്ക് വരുന്ന വണ്ടിയാണ്. 150 ആണ്. അതും സിംഗിൾ ഓൺഷിപ്പിലുള്ള വണ്ടിയാണ്. ഇതിൻ്റെ ടാങ്കിൻ്റെ അവിടെ ചെറിയൊരു ഡെൻ്റ് ഉണ്ട്. അത് മറിഞ്ഞു വീണയാണ്. ചെറിയ വീഴ്ച വന്ന വണ്ടിയാണ് എന്ന് പറഞ്ഞ് വേറെ റീപ്ലേസ് ആയിട്ട് ഇത് മറിഞ്ഞു വീണകൾ പോലും റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. 40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിൻ്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ 35,000 രൂപയാണ്. 2018 ഡുവൽ ഡിസ്ക് വരുന്ന വണ്ടിയാണ്. 2018 പൾസറിന് 35,000 രൂപ. ഇത് 150 ആണ് അല്ലേ? 150 ആണ്. അടുത്ത 2013 മോഡൽ യമഹ FC വെർഷൻ 1. ഇതും സിംഗിൾ ഓൺഷിപ്പിലുള്ള വണ്ടിയാണ്. 2013 വണ്ടിയും സിംഗിൾ ഓൺഷിപ്പിലുള്ള വണ്ടിയാണ്. നിലവിൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. 40,000 കിലോമീറ്റർ വണ്ടി മൊത്തം ഓടിയിട്ടുണ്ട്. ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ 27,000 രൂപയാണ് എൻ്റെ വില. 27. ഇത് മൈലേജ് എന്താ കാണും? ഇത് നമുക്കൊരു 35 റേഞ്ച് കിട്ടത്തുള്ളൂ. അടുത്ത 2018 മോഡൽ യമഹ R15 V1 വെർഷൻ 1 ആണ്. ഇതും സിംഗിൾ ഓൺഷിപ്പിലുള്ള വണ്ടിയാണ്. കിലോമീറ്റർ 28,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. നിലവിലെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൻ്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ 65,000 രൂപയാണ്. നമുക്കൊരു ഫസ്റ്റ് ഒരു 8 രൂപ 9 രൂപയൊക്കെ അടച്ചാൽ നമുക്ക് ഈ വണ്ടി സ്വന്തമാക്കാം. ഇത് എന്ത് സംഭവം? അത് ഇവിടുത്തെ ഈ സാധനം പോയതാണ്. അത് ഷോറൂമിൽ ടാങ്കിൻ്റെ ഈ അടപ്പേ അത് പോയതാണ്. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. അത് നമുക്ക് മാറി കൊടുക്കാം. അടുത്ത 2013 മോഡൽ കരീഷ്മ ZMR ആണ്. ഡിജിറ്റൽ മീറ്റർ കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. വണ്ടി കുറവാണ്. വണ്ടി അങ്ങനെ കിട്ടാനില്ലാത്തൊരു വണ്ടിയാണ്. ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ ചെറിയ സ്ക്രാച്ചും ഇൻഡിക്കേറ്ററൊക്കെ വണ്ടി കൊടുക്കും. ഒരുപാട് ആരാധകരുള്ള വണ്ടിയാണ്, ഫാൻസ് ഉള്ള വണ്ടിയാണ്. ഡിജിറ്റൽ മീറ്ററാണ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. 2013 മോഡൽ നമ്മൾ ചോദിക്കുന്ന വെറും 30,000 രൂപ. 45,000 രൂപയൊക്കെ മാർക്കറ്റുള്ള വണ്ടിയാണ്. വെറും 30,000 രൂപ. 30,000 രൂപ. കിലോമീറ്റർ ജെനുവിൻ തന്നെയാണ്. കിലോമീറ്റർ ജെനുവിൻ. ടയേഴ്സ് കൊള്ളാം, നല്ല ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫ്രണ്ട് ഷീൽഡിൻ്റെ ആ ഭാഗത്തുള്ള പോറൽ കഴിഞ്ഞ് വേറെ ഒന്നും കാണുന്നില്ല. കേക്ക് വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. പക്ഷേ ഈ വണ്ടി മറിഞ്ഞു വീണിട്ടുണ്ടോ? മറിഞ്ഞു വീണിട്ടുണ്ട്. എത്ര സ്ക്രാച്ച് പൊട്ടുകയും ചെയ്തത്. അതാണ് ആ സൈലൻസറിൻ്റെ അടിയിൽ സ്ക്രാച്ച് ഉണ്ട്. 2013 വണ്ടിയല്ലേ? അല്ല, ഞാൻ പറഞ്ഞതാ അങ്ങനെ ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞത്. എഞ്ചിൻ്റെ ഈ സൈഡിൽ ചെറുതായിട്ട് പെയിൻറ്റ് പോയിട്ടുണ്ട്. ഓക്കെ. പുതുതായി നമ്മളെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഈ ഡോക്യുമെൻസും കാര്യങ്ങളും അതൊക്കെ ഒന്ന് പറഞ്ഞത്. ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് തുച്ഛമായ ഡോക്യുമെൻറ്റ്സേ ഉള്ളൂ. ആധാർ, പാൻ കാർഡ്, ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ, ലോൺ അപ്രൂവ് ആവാൻ നേരത്ത് ഒരു ഫോട്ടോ, പാസ്ബുക്ക്, ഇത്രയും ഡോക്യുമെൻറ്റ്സാണ് നമ്മൾ മൊത്തം ചോദിക്കുന്നത്. നമുക്ക് കാസർഗോഡ്,
വയനാടും ഇടുക്കിയും ജില്ലകൾ ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലകളിലും ഫിനാൻസ് ചെയ്യുക. വെറും 3 മണിക്കൂർ കൊണ്ട് നമുക്ക് ലോൺ അപ്രൂവ് ആവും. 3 അല്ലെങ്കിൽ 4 മണിക്കൂർ കൊണ്ട് നമുക്ക് ലോൺ അപ്രൂവ് ആവും. നമുക്ക് സിവിൽ സ്കോർ എന്ന് പറഞ്ഞാൽ ലോൺ എടുത്തിട്ട് മുടക്കം കാണാൻ പാടില്ല. ഇതുവരെ ലോൺ എടുക്കാത്ത ഒരാളാണെങ്കിൽ പോലും നമുക്കത് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്കൊരു മാക്സിമം ഒരു 4 മണിക്കൂർ കൊണ്ട് ലോൺ അപ്രൂവ് ആകും. ഇനി ഈ സ്ഥാപനം കറക്റ്റ് എവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ കറക്റ്റ് കൊല്ലം ജില്ലയിൽ നിലമേൽ MC റോഡ്, അതായത് ആയൂരിന്ന് വരുമ്പോഴത്തേക്ക് കൊട്ടാരക്കരയിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ആയൂരും നിലമേൽ. ട്രിവാൻഡ്രത്ത് വരുവാണെങ്കിൽ വെഞ്ഞാറമൂട്, കിളിമാനൂർ, നിലമേൽ. ഇതിൻ്റെ ഇടയ്ക്കാണ് നിലമേൽ എന്ന് പറഞ്ഞ ജംഗ്ഷനിലാണ് നമ്മുടെ സ്ഥാപനം ഉള്ളത്. ലെഗസി മോട്ടോഴ്സ്. ലെഗസി മോട്ടോഴ്സ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം അവസാനിച്ചിട്ടുണ്ട്. ബൈക്കായാലും ബുള്ളറ്റ്സ് ആയാലും അത്യാവശ്യം നല്ല കളക്ഷനും നല്ല വണ്ടികൾ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ഓണർഷിപ്പാണ്. വർഷവും ഓണർഷിപ്പും അത് രണ്ടും വളരെ കുറവാണ്. ഒന്ന് തന്നെയാണ് തോനിയും ഓണർഷിപ്പ് പറയുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ വർഷം 2018 ശേഷമുള്ള വണ്ടികളായിരിക്കും തോനി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ചെടുക്കാവുന്ന ഒരു കിലോമീറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടികളാണെന്നാണ് എൻ്റെയും വിശ്വാസം. പിന്നെ നമ്മളിവിടെ വന്നിട്ട് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ആരും ഇതുവരെ പറയുന്ന കാര്യങ്ങൾ കള്ളമാണെന്നോ അല്ലെങ്കിൽ മോശം വണ്ടികളാണ് തരുന്നതെന്നോ ഒന്നും കമൻറ്റുകളായിട്ട് പറഞ്ഞില്ല. വെറുതെ ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞതിൻ്റെ പേര് വെറുതെ വന്ന് നിന്നിട്ട് ഞാൻ എടുത്താലും ചമ്മ വണ്ടിയാ എന്ന് പറഞ്ഞാളായത്. അല്ലാതെ ജെനുവിനായിട്ട് എടുത്ത ആൾക്കാർക്ക് മോശം അനുഭവങ്ങളോ അല്ലെങ്കിൽ നല്ല അനുഭവങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റുകളായിട്ട് പറഞ്ഞാൽ അത് എനിക്ക് പേഴ്സണലി വലിയ സന്തോഷമായിരിക്കും. കാരണം നമുക്ക് അറിയാൻ പറ്റും ആ ഷോപ്പിനെ കുറിച്ചും ആ ഷോപ്പിൻ്റെ ഡീലിങ്സിനെ കുറിച്ചൊക്കെ നമുക്കും അറിയാൻ പറ്റും. അതിനുവേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. പലരും പറയാറില്ല. സങ്കടമൊന്നുമില്ല, ഇപ്പോൾ ശീലമായി. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.